അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മത്തിയും കിട്ടിയിട്ടുണ്ട്, ആവോലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, ആവോലി ഇന്നലെ മേടിച്ചതാണ്, അത് ഫ്രിഡ്ജിൽ വെച്ചതാണ്, കട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നമുക്ക് വെള്ളത്തിലിട്ടേക്കണം. ആവോലി കറിയും വെക്കണം, മത്തി പൊരിക്കും ചെയ്യണം കേട്ടോ. മത്തിയിൽ വെള്ളം ഒഴിച്ചൊക്കെ കേട്ടോ. ഞാൻ മീൻ പൊട്ടിച്ചെന്ന് സിഗ്നൽ അവിടെ കിട്ടിയിരിക്കണം കേട്ടോ. കാലിൻ്റെ ഒട്ടിലൊക്കെ പൂച്ചയാണ്. എങ്ങനെ അവർക്ക് സിഗ്നൽ കിട്ടണമാണാവോ. കാലുമ വന്നിട്ട് ഇതാക്കുകയാണേ, കൊല വെട്ടിവെച്ചത് പഴുക്കണുണ്ട്. അപ്പം ഞാനൊരു പഴം ഏതാ നല്ലത് പൗത്തൊക്കെ വെച്ചിട്ട് നോക്കാം കേട്ടോ. അങ്ങനൊരു പഴം എടുത്തിട്ട് ഞാൻ തിന്നു കേട്ടോ. പിന്നെ ഉപ്പേരി വെക്കണത് ഓമക്കായാണ് കേട്ടോ. ഒരു ഓമക്കായ ഒരാൾ തന്നതാട്ടോ. അപ്പോൾ അത് മുറിച്ച് നോക്കുമ്പോൾ ഒരു മഞ്ഞ നിറം വന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല മൂത്തിട്ടൊന്നുമില്ല. അപ്പോൾ കൂർക്ക 2 മണി കൂർക്ക ഇട്ടിട്ട് വെക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ ചെനച്ച ഓമക്കായ ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. കൂർക്ക നുറുക്കി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ കൂർക്കയും ഓമക്കായും ഉപ്പേരി വെക്കാനാണ് കേട്ടോ. ചെറിയ ഓമക്കായാണ്. ഞാൻ ആദ്യം വിചാരിച്ച് വലുതാക്കാരെന്ന് വിചാരിച്ചു. പിന്നെ നുറുക്കി വെക്കുമ്പോൾ ചെറുതായി. അപ്പം കഴുകി വാരൊക്കെ കേട്ടോ അടുപ്പത്ത് വെക്കാൻ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കിടന്നിട്ട് വേവട്ടെ. മീനിനെ നമുക്ക് കഴുകിയെടുക്കാം. കട്ട അങ്ങനെ വിടുത്താണ് കേട്ടോ. കുറേ നേരമായി ഇട്ടുവെച്ചിട്ട് വെള്ളത്തിൽ. അപ്പോൾ ഒന്ന് വിടുത്തി കൊടുത്ത വേഗം ആവുമല്ലോ വെച്ചിട്ട് വിടുത്തി കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി എടുക്കാൻ പോയതാട്ടോ. വെളുത്തുള്ളിയൊക്കെ എടുത്തോടുന്ന് ചെറിയ ഉള്ളി നന്നാക്കണം. ഉപ്പേരി തോന്നിക്കാനും കൂട്ടാൻ വെക്കാനും ഒക്കെ വേണ്ടേ. അപ്പം മാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ കൂട്ടാൻ വെക്കണത്. ഇത് കൂട്ടാനും ഉപ്പേരിക്കും ഒക്കെ ഉള്ള ഉള്ളിയും ഇതൊക്കെയാണ് കേട്ടോ. മാങ്ങ ഇട്ടിട്ട് വെച്ചാൽ നല്ല രസമാട്ടോ. അപ്പോൾ ആദ്യം ഉള്ളി ഇതൊക്കെ വെത്തിയത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ ഞാൻ വെക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിട്ടോ. പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. ചില ആൾക്കാരൊക്കെ എന്നോട് പറയലുണ്ട് കേട്ടോ, ഇജ്ജ് വെക്കണ പോലെ ഞാൻ വെക്കലുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലവർ പറയും കേട്ടോ. അപ്പോൾ അതാ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് കൂട്ടാൻ വെക്കാൻ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 മണി കടുകും 1 മണി ഉലുവി ഇട്ട് കൊടുക്കണം കേട്ടോ. വേപ്പിൻ്റെ ഇല ഉണ്ടോ ഉണങ്ങാതിരിക്കാനേ കപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുത്തി വെച്ചിട്ട് കേട്ടോ. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അരച്ച് വെച്ചത് അതിലിട്ട് കൊടുക്കാം. ചട്ടക എടുക്കാൻ പോയത്. ചട്ടകത്തുമ്പോൾ എന്തോ ഒരു വെള്ള പൊടി. അപ്പോൾ അത് കഴുകി നല്ല ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ ഞാൻ കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ പോയിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നിറച്ചിട്ട് കൊടുന്ന് വെച്ചിട്ട് കേട്ടോ. മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടുണ്ട്.
മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പുളിക്ക് ബദലാട്ടോ നമ്മൾ മാങ്ങ ഇടുന്നത്. മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ചേ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാങ്ങ ഉടയൂല കേട്ടോ, ഇതിങ്ങനെ തന്നെ എടുക്കും. ഉടയാത്ത മാങ്ങയാണ്. മൂവാണ്ട മാങ്ങയാണെങ്കിൽ വേഗം ഉടയും, ഇത് ഉടയൂല കേട്ടോ. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ ആവശ്യത്തിന്. അപ്പം ഞാൻ അത് അവിടെ എടുക്കട്ടെ. നല്ല ഇളക്കി കൊടുക്കട്ടോ. തേങ്ങ വറുത്ത് അരക്കണം കേട്ടോ. പൊടികളൊക്കെ നമ്മൾ അതിലിട്ടിക്കണു. തേങ്ങ വറുക്കണേൽ 1 മണി വലിയ ജീരകം ഇട്ടിട്ട് വറുക്കട്ട് ചെയ്യുക. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ പൊടികളും നമ്മൾ അത് മസാല വഴറ്റണേൽ ഇട്ടിക്കണം കേട്ടോ. കറി മക്കളെ കിടന്ന് തിളക്കുന്നുണ്ട്, കണ്ടില്ല നിങ്ങൾ. എന്താ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. കണ്ടോ, മാങ്ങ ഉടഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഉടയൂല മാങ്ങാന്ന്. മാങ്ങ അങ്ങനെ തന്നെ എടുക്കുക. മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനിട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അവിടെ കിടന്നിട്ട് വേകുമ്പോഴത്തേന് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരി ഞാൻ ഉള്ളി അരിഞ്ഞ് ഉള്ളിമുളക് കുത്തിട്ട് തൂമിച്ചും. കറി വെന്തതിന് ശേഷം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തിക്കണത്. അപ്പോൾ കറി വെന്തുണ്ട്. എന്താ ടേസ്റ്റ് മക്കളെ, ആവോലി ആക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താ, മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ പൊരിക്കണം. പിന്നെ ചെരിയുമ്പത്തിന് പഴംപൊരി, 2 പഴം എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തിയാണിത്. അപ്പം നമ്മുടെ കൂട്ടാൻ റെഡിയായി, ഉപ്പേരി റെഡിയായി, മീൻ പൊരിച്ചത് റെഡിയായി, പഴംപൊരി റെഡിയായി, എല്ലാം റെഡിയായി. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.